നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അരവിന്ദിന്റെ ഗംഗയുടെയും കാവേരിയുടെയും ഒക്കെ വിശേഷങ്ങൾ മാമ്പഴം എന്ന എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് മുതലാണ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് ചാനലിനകത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അവരുടെ കഥയും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാവുന്ന. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ മാമ്പഴം എന്ന ചാനലിനകത്ത് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന വിക്രം ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. കാരണം ഡിവോഴ്സ് നോട്ടീസ് അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവൾക്കിത് എന്ത് പറ്റിയെന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ. താനും അച്ഛനും കൂടെ അവളെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം അവൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ, വേദ പറഞ്ഞ കാര്യങ്ങൾ വിക്രത്തിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുക. ഒരിക്കലും തന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല അവളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അച്ഛനോട് പറഞ്ഞ കാര്യമാണ്, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവളിങ്ങനെ നോട്ടീസൊക്കെ അയച്ചിരിക്കുന്നത്? താനും ശ്രീനി സാറും തമ്മിലുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ ഉണ്ടാകത്തില്ലെന്ന് താൻ വാക്ക് കൊടുത്താ. പക്ഷെ അതൊന്നുമല്ല, അവളുടെ മനസ്സ് വേറെ എന്തോ ഉണ്ട്. ഒന്നെങ്കിൽ അവള് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആരും അവളെ നിർബന്ധിച്ച് ചെയ്യിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ എന്നൊരു ചിന്തയായിരുന്നു. ഇനിയിപ്പോൾ ഒരു പക്ഷേങ്കിൽ അവളുടെ വീട്ടുകാർ തന്നെയാണോ? ഒരു തവണ ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് അവൾ കയറിപ്പോകുന്ന വിക്രം കണ്ടതാണ്. എന്തോ കാര്യം പറഞ്ഞ് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ചിന്ത വരെ വിക്രത്തിന്റെ മനസ്സിലുണ്ടായി. വിക്രത്തിന്റെ മനസ്സിലേക്ക് വേദയോടൊപ്പമുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ വരുവാണ്. എന്ത് രസമായിരുന്നു അവളുമായിട്ട് അടി കൂടുന്ന ഓരോ നിമിഷവും താനിത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവളും. പലവട്ടം അത് അവളെ പറയാതെ പറഞ്ഞ കാര്യമാണ്. അവൾ വീട്ടിലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് താൻ അവളുമായിട്ട് വഴക്കുണ്ടാക്കും. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു, അല്ലാതെ ഒത്തിരി സീരിയസ് ആയിട്ടൊന്നും അവളോട് വഴക്കടിച്ചിട്ടില്ല. വന്ന് കയറിയ സമയത്ത് അവളോട് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മാഞ്ഞുപോയി. അവൾക്ക് തന്നെ അത്രമാത്രം ഇഷ്ടമായിരുന്നതാ താൻ വിചാരിക്കുന്നത്. അവളുടെ ഓരോ ഭാവ പ്രകടനങ്ങളിൽ നിന്ന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾക്കും അറിയാം. പിന്നെ അവൾ എന്തിനാ ഇങ്ങനെ നോട്ടീസ് അയച്ചത്? വിക്രത്തിന് അന്നത്തെ രാത്രി ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വക്കീൽ നോട്ടീസിനെ കുറിച്ച് മാത്രമായിരുന്നു വിക്രത്തിന്റെ മനസ്സിലെ ചിന്ത. അവളുടെ കഴുത്തിൽ ആദ്യമായിട്ട് താലി ആർത്തിയതും പിന്നീട് വീട്ടിലേക്ക് വന്നു അച്ഛമ്മയുടെ വീട്ടിൽ പോയി ആദ്യ രാത്രി ആവശ്യിക്കാൻ ഉണ്ടായിരുന്ന ആ സാഹചര്യവും കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ വരിക. എന്ത് രസമായിരുന്നു അന്നൊക്കെ. പക്ഷെ താന് അവളെ അകറ്റി നിർത്തിയിട്ടുള്ളൂ. രാധയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എത്രയോ വട്ടം തന്നോട് അവളെ വഴക്കടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു കാര്യം വ്യക്തമായിരുന്നു, അവൾക്ക് തന്നെ ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വഴക്കടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് അവൾ വക്കീൽ നോട്ടീസ് അയച്ചേ? അങ്ങനെ അന്നത്തെ രാത്രി ഒരു വിധത്തിലാണ് വിക്രം കഴിച്ചു കൂട്ടുന്നത്. ഈ സമയത്ത് മാഷിനും കമലയ്ക്കും അതേ ചിന്ത തന്നെയായിരുന്നു. മാഷിനും അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു വക്കീൽ നോട്ടീസ്, ഡിവോഴ്സ് നോട്ടീസ് വേദ എന്തുകൊണ്ട് അയച്ചു? അപ്പം തൻ്റെ മകനെ അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അതോ വേറെന്തെങ്കിലും കാര്യമാണോ? ഒന്നെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചായിരിക്കും. സ്വയം മനസ്സാലെ അങ്ങനെ ചെയ്യില്ലെന്ന് മാഷ് കമലോട് ഉറപ്പിച്ചു പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട് കമലെ, അവൾ അങ്ങനെ ചെയ്യില്ല. കാരണം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിക്രത്തിന് അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവൾ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്നൊക്കെ പറയണം. കമലയ്ക്കും മാഷിനും അന്നത്തെ രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. പക്ഷെ നന്ദിനിക്ക് സന്തോഷമായിരുന്നു. ഓ, വക്കീൽ നോട്ടീസ് വന്നു, വിക്രം വേദങ്കടെ എങ്ങനെയെങ്കിലും പിരിയുവാണ്, നല്ല കാര്യമാണ്. ഓ, രക്ഷപ്പെട്ടല്ലോ, അവളിനി വീട്ടിലേക്ക് വരാതിരുന്നാൽ മതി എന്നൊരു ചിന്ത നന്ദിനിയുടെ മനസ്സിലുണ്ടായിരുന്നു. വരാതിരിക്കുവാണ് നല്ല ചിന്തയാ, നല്ല കാര്യമാണ്. പിറ്റേ ദിവസം രാവിലെ കമല ക്ഷേത്രത്തിലേക്ക് പോവാം. കമലയ്ക്ക് വിഷമമായിരുന്നു. ഭഗവാനോട് പോയി മനോരുകിന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ കുറച്ച് വിഷമങ്ങൾ മാറൂലോ. ഒരു കാരണവശാലും വേദയും വിക്രവും കൂടെ പിരിയരുത്, അവർ തമ്മിൽ ഒന്നിക്കണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ മുന്നിൽ പോയെന്ന് കരഞ്ഞപേക്ഷിക്കുന്നത്. ഭഗവാനെ കാത്തോണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വിക്രത്തിനും വേദയ്ക്കും വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും കാര്യങ്ങളും എല്ലാം കമല നടത്തി. ഇതേ സമയത്ത് വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വേദ ക്ഷേത്രത്തിലേക്ക് അന്ന് വരുന്നുണ്ട്. അങ്ങനെ കമല പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് വേദ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. വേദയെ കണ്ടുകഴിഞ്ഞത്തേനും കമല അങ്ങോട്ട് ചെന്നു. കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് വേദ ചെന്തമ്മേ, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, മോളെ, നീയും വിക്രം തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയില്ല. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷെ അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപ്പെടുന്നതോടം വരെ കാര്യങ്ങൾ പോയെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. നിനക്ക് അവനെ വേണ്ടല്ലേന്ന് ചോദിച്ചു. അമ്മ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. അതെ, വക്കീൽ നോട്ടീസ് നില കിട്ടിയപ്പം മനസ്സിലായി നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചെന്ന്. അതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ മോൻ ചെയ്തേ? അവനിപ്പോൾ പഴയതുപോലെ അല്ല, നിനക്കറിയാലോ. നീ എല്ലാ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം അവനെ മാറ്റിയെടുത്തത്.
ശ്രീനിവാസനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ ഇനി അവന് ആ ഒരു കൂട്ടുകെട്ടുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഈ ഇലക്ഷനോട് കൂടി അത് നിർത്തിയേക്കാന്നും പറഞ്ഞു. പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചെന്ന് ചോദിച്ചു. വക്കീൽ നോട്ടീസോ? അമ്മ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് കമല ആ കാര്യം പറയണേ. ഇന്നലെ നോട്ടീസ് കിട്ടിയായിരുന്നു, ഡിവോഴ്സ് നോട്ടീസ്. മോൾ ഒപ്പിട്ട നോട്ടീസ് കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് അപകടം മണത്തു. വേദയ്ക്ക് മനസ്സിലായി തന്നെ കൊണ്ട് അന്ന് ശ്രീയേട്ടൻ ഒപ്പിടിച്ച് വാങ്ങിച്ചത് താൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ചില തീരുമാനങ്ങൾ എടുക്കണം, ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അത് വെച്ച് കളിച്ചിരിക്കുവാന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി. മോളെ നിന്റെ കാല് പിടിക്കാൻ വേണേ ഞാൻ. എൻ്റെ മോനെ ഉപേക്ഷിക്കരുത്. അവൻ്റെ അവസ്ഥ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. നല്ല സങ്കടമുണ്ട്. നേരെ ഇവ ആഹാരം പോലും കഴിക്കണില്ല. എപ്പം നോക്കിയാലും ഒരേ ചിന്തകളും ഇരിപ്പും മാത്രമാണ്. എനിക്കറിയാവനെ, ഞാൻ അവൻ്റെ അമ്മയല്ലേ. നിങ്ങൾ തമ്മിൽ പരസ്പരം അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിലും അതൊക്കെ സ്നേഹത്തോടെ ഉള്ളതായിരുന്നു. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ എത്രമാത്രം സ്നേഹത്തിലായിരുന്നു. പക്ഷേ മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ അമ്മയോട് തുറന്നു പറ. അതെല്ലാം കേട്ട് ഞാൻ വേദ പറഞ്ഞു. ഇല്ലമ്മേ, അന്നെങ്കിൽ അമ്മയ്ക്ക് വാക്കുതാ, നിങ്ങൾ തമ്മിൽ പിരിയില്ലാന്ന് എനിക്ക് വാക്ക് തന്നേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ നെഞ്ച് പൊട്ടിയ ഞാനിവിടെ നിൽക്കണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സങ്കടമായി. വേദ കമലയുടെ കൈയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഒരിക്കലും ഞാനും വിക്രവും തമ്മിൽ പിരിയാനൊന്നും പോകുന്നില്ല. അതോർത്തിട്ട് അമ്മ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല ചോദിച്ചു, പിന്നെ എന്തിനാ മോളെ നീ ആ വക്കീൽ നോട്ടീസ് അയച്ചെന്ന് ചോദിച്ചു. അമ്മേ, അതിനുള്ള മറുപടി എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പം എനിക്കത് പറയാൻ കഴിയില്ലമ്മേ. അമ്മ അത് മാത്രം എന്നോട് ചോദിക്കരുത്. അമ്മ ധൈര്യമായിട്ട് പോയിക്കോ. എന്താണെങ്കിലും വിക്രം ഞാൻ തമ്മിൽ ഡിവോഴ്സ് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. കമലയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസമായി. വേദയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ വേദ ക്ഷേത്രത്തിൽ പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ശ്രീയേട്ടനാണ്. അന്ന് തന്നെ കൊണ്ട് ഒപ്പിടിച്ച് മേടിച്ച് ഇത്രയും വലിയ ക്രൂരത കാണിക്കാനാണോ? ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് വേദ നല്ല കട്ടക്കലിപ്പിലെ വീട്ടിലേക്ക് ചെല്ലുന്നേ. അങ്ങനെ നേരെ ചെന്ന് ശ്രീകാന്തിൻ്റെ മുറിയിലേക്കാണ്. ശ്രീകാന്തിൻ്റെ മുറി ചെന്നിട്ട് വേദ കഥ കടച്ചിട്ടു. അപ്പോൾ ശ്രീകാന്ത് മാത്രം മുറിയിലുണ്ടായിരുന്നു, വർഷയില്ലായിരുന്നു. ചോദിച്ചു, എന്താ ശ്രീയേട്ടൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. എന്ത്? അല്ല, ശ്രീയേട്ടൻ ആരോട് ചോദിച്ചിട്ടാ ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്ന് ചോദിച്ചു. ഡിവോഴ്സ് നോട്ടീസോ? ഒന്നും അറിയത്തില്ലാത്ത പാട് കിടന്ന് കളിക്കരുത്. ഞാനും വിക്രം തമ്മിലുള്ള ഡിവോഴ്സ്. ഓ അതാണോ? അത് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണല്ലോ. നീ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശ്രീയേട്ടാ, ഇത് തീ കൊണ്ടുള്ള കളിയാ. സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. എന്ത്? ഇനി നിനക്ക് അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ ഇഷ്ടം. ഞാൻ തീരുമാനിക്കും എന്നെ ആരോടൊപ്പം ജീവിക്കണം എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞോളെ ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഞാനും വിക്രവും തമ്മിൽ ഡിവോഴ്സ് ആണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ നിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എന്ന് ഓർത്താ? ആ വിക്രമായിട്ട് സുഖമായിട്ട് ജീവിക്കാനോ? ഒരിക്കലും ഇല്ല. അവനുമായിട്ട് നിനക്കിനി ഒരു ജീവിതം ഉണ്ടാകത്തില്ല. ഡിവോഴ്സ് നടത്തിയിട്ട് നിന്നെ ഞങ്ങൾ വേറെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അത് വെറും വ്യാമോഹം മാത്രം ശ്രീയേട്ടാ, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ കൊക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഓലപ്പാമ്പനെ കാണിച്ച് വേദയെ പേടിപ്പിക്കാന്നാ നടക്കാൻ പോകുന്ന കാര്യമല്ലത്. വേദ അതിനകത്തൊന്നും വീഴത്തില്ല. ഈ വേദയെ തകർക്കാനും ശ്രമിക്കണ്ട. ഒരു കാരണവശാലും നിങ്ങളുടെ ഉദ്ദേശം നടപ്പാവില്ല. ഇത്രയും കാലം ശ്രീയേട്ടൻ പറഞ്ഞൊക്കെ അനുസരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ശ്രീയേട്ടനെ പേടിച്ചിട്ടാന്ന് ഓർത്തോ? ഒരിക്കലും അല്ല. എനിക്ക് നിങ്ങളെ ഒരു പേടിയില്ലാന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഈ നിമിഷം വേണമെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷെ എനിക്ക് അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഇതിന് എണ്ണി ചോദിച്ചിട്ടോ ഞാൻ ഈ വീട് വിട്ടിറങ്ങുള്ളൂ. നിങ്ങളെ പേടിച്ചോളാൻ ഞാൻ തയ്യാറല്ല. അതെ, ആ കുടുംബത്തിലുള്ളവർക്കൊരു ആപത്തും വരില്ലെന്ന് കരുതിയിട്ട് ഇത്രയും നാളെ ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയത്. പക്ഷേ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് അത് പിൻവലിച്ചോ, അതാ നല്ലത്. അല്ലെങ്കിൽ ഈ വേദയുടെ തനി നിറം കാണുമെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത്, നീ എന്ത് ചെയ്യും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം തരാം, അതിനുള്ളിൽ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ വേദയുടെ സ്വഭാവം അറിയുമെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോയി. ശ്രീകാന്തിന് മനസ്സിലായി ഇത് വെറും ഒരു ഭീഷണിയല്ലെന്ന്. കാരണം വേദ ഒരു തീരുമാനം എടുത്താന്ന് മനസ്സിലായി. ഇതേ സമയത്ത് കമല വീട്ടിലേക്ക് വന്നു ക്ഷേത്രത്തിൽ നിന്ന്. പിന്നീട് മാഷിനോട് കാര്യങ്ങൾ പറയണം. മാഷെ, ഞാൻ വേദയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവൾ പറയുന്നത് ഒരിക്കലും വിക്രമായിട്ട് വേറെ പേര് ഇല്ലെന്നാണ് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൾ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും കമലെ. നീ പേടിക്കൊന്നും വേണ്ട. അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ വിക്രത്തിനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് അവൾക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ആശ്വാസത്തിലായിരുന്നു കമലെ. പക്ഷെ വിക്രം ഒരു കാര്യം തീരുമാനിച്ചു. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട്, ചതികളും ഉണ്ട്. അതെന്താന്ന് കണ്ടെത്തണം. വേറെ ആരെങ്കിലും നിർബന്ധിച്ച് ജയിച്ചാണോ അതോ ഇനി വേറെ
എന്തെങ്കിലും സംഭവിച്ചാണോന്ന് അറിയില്ല. അപ്പോൾ അതിനായിട്ട് വിക്രം ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.